പറമോനെ, ഞങ്ങളൊരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ട് സർ. അമൃത ജാം ഉണ്ടാക്കി കഴിഞ്ഞു. കഴിച്ചു നോക്കിയിട്ട് സാർ അഭിപ്രായം പറയണം. എന്താ സാർ അഭിപ്രായം? ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്റെ കൈ തരിച്ചു വരണുണ്ട്. ഇതാദ്യമായാണ് ജാമിന് ഇങ്ങനെ ഒരു ടേസ്റ്റ്. ഗംഭീരം. അമൃത, സാർ ഇന്ന് വരെ ഇതുപോലൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇത്രയും ടേസ്റ്റുള്ള ജാം ഞാൻ കഴിച്ചിട്ടില്ല. എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ. ട്രൈ. സാർ എത്ര മാർക്ക് കൊടുക്കുന്നു? 100-ൽ 200. ഇപ്പൊ എന്താ പറഞ്ഞ? 100-ൽ 200. ആണോ? അമൃത ഹാപ്പിയാണോ? അതെ. ഇവൾക്ക് ഗുരുത്വമുണ്ട്. കോളേജിൽ തന്നെ അവർ കരടിന്നാ വിളിച്ചിരുന്നത്. എന്തിനാ ചിരിച്ച? നിനക്ക് ഗുരുത്വമില്ല. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം. സോറി മാഷെ. ഇപ്പൊ ഗുരുത്വമായി. മോനെ, മനസ്സിൽ മറ്റൊരു രണ്ടു പൊട്ടി. എന്നെ പരിചയമുണ്ടോ? ഉണ്ട്. എങ്ങനെ? ഞാൻ പഠിക്കുന്ന എക്കണോമിക്സ് പുസ്തകം മാഷ എഴുതിയതാ. എന്താ സാർ, കൂടുതൽ നന്നായി പോയോ? ആ, നിനക്കിപ്പൊ ഗുരുത്വം കൂടി. ഇനി ആദ്യ രംഗം ഇന്ദ്രസദസ് നോക്കാം. നീ ഒരു അച്ഛനാകാൻ പോവാ. തുറമെടുക്കണമെന്ന് ഞാൻ കരുതിയില്ല. കഴിഞ്ഞ 3 ദിവസമായിട്ട് മൂത്രം ഒഴിക്കാനല്ല. നീ ഒന്നും പറയണ്ട. എന്താടാ ഇത്? നീ അച്ഛനാകാൻ മൂടുന്ന് അറിഞ്ഞിട്ട് ഷോക്കായി പോലെ നിൽക്കുന്നത്. അയ്യോ, ഞാൻ മര്യാദയ്ക്കാൻ നിൽക്കുന്നേ. ദേവരാജ, ഇവൻ സന്തോഷം കൊണ്ട് ഷോക്കായതാ. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കണം. ആളൊരു ഇടഞ്ഞ കൊമ്പന. ആരാത്? ഗോപൻ ഗുണ്ട. ഗോതമ്പുണ്ടയോ? ഗോതമ്പുണ്ടല്ലോ, ഗോപൻ ഗുണ്ട. നീ അതിനൊരു തടസ്സമാ. അതിന് നിന്നെ ഇല്ലാതാക്കണം. 2-1 അറിഞ്ഞിട്ട് തന്നെ കാര്യം. 2-1 അല്ല, 2-ൽ 2 അറിയണം കൊച്ചമ്മ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. കുട്ടൂസേ, കുട്ടൂസേ, കുട്ടൂസാ, കുട്ടൂസാ. ഇതാര്? ഡാഗിനിയോ? കുട്ടൂസിനെ. മോനാണോ? അല്ല, ഒരു പട്ടിക്കുട്ടിയാ. ആ പട്ടിപിടുത്തക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാരെ കിട്ടിയാ കൊണ്ടുപോകും. വന്ന് നിനക്ക് ആരും പേടില്ലാണ്ടായി. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. കുട്ടൂസേ, കുട്ടൂസേ. നീ എന്തിനാ എന്നെ കണ്ടപ്പോ ഓടിയത്? ഓടിയതല്ല, ജസ്റ്റ് ജീവനും കൊണ്ട് ഓടിയതാ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.